ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുന്ന വീട്ടമ്മമാരും അതുപോലെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന രീതിക്കുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റഡി പ്ലാൻ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. VFA അതുപോലെ ബെബ്ക LD-യും കമ്പനി ബോർഡ് LGS-ഉം ഈ 3 എക്സാം ആണല്ലോ നമുക്ക് വരാനുള്ളത്. അപ്പൊ ഞാൻ VFA-യുടെയും 10th പ്രിലിംസിനും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് വീട്ടമ്മമാർക്കാണ്. പ്രത്യേകിച്ചും അവർക്ക് എന്താ പറയുക, ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ നോക്കാനുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലത്തെ പണികൾ നോക്കലുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സമയത്തിന്റെ ഇടയിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയില്. നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഉറക്കം 6 മണിക്കൂർ മാത്രമായിരിക്കും. 6 മണിക്കൂർ അത് നിങ്ങൾക്ക് 11 മുതൽ 5 മണി വരെ ആക്കാം ഉറക്കത്തിന്റെ സമയം. പിന്നെ ഉള്ളത് പഠന രീതിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളിൽ ഇത് കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കാരിലും ഇപ്പോൾ സമയക്രമങ്ങൾ ഒരേപോലെ ആയിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും പറ്റുന്ന എല്ലാവരും ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു റാങ്കിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ സമയം ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സ്റ്റഡി പ്ലാനിൽ 6 മണിക്കൂർ ഉറക്കവും 7 മണിക്കൂർ പഠനത്തിനും വേണ്ടിയിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. കൃത്യമായി നമുക്ക് ഉറക്കവും വേണം, അതിനോടൊപ്പം പഠനവും വേണമല്ലോ. അപ്പൊ 6 മണിക്കൂർ ഉറങ്ങിയിട്ട്, അതായത് 11 മുതൽ 5 മണി വരെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതായിരിക്കും നമ്മുടെ ഉറക്കം ടൈം. 5 മണി മുതലായിരിക്കും നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. 7 മണിക്കൂർ പഠനം. മാറ്റം വരുത്തണമെങ്കിൽ അത് 6 അതായത് 6 മണിക്കൂർ ആക്കാം. 7 എന്നുള്ളത് 6 മണിക്കൂർ ആക്കാം. ഉറങ്ങുന്ന ടൈം ഈ പറഞ്ഞ പോലെ ആയിരിക്കും. ആദ്യത്തെ 1 മണിക്കൂർ അത് നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട മണിക്കൂറാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന ആ 1 മണിക്കൂർ നമ്മുടെ ബ്രെയിൻ അത്രയും ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നുള്ള 1 മണിക്കൂർ നമ്മുടെ ബ്രെയിൻ അതേപോലെ ആക്റ്റീവ് ആയിരിക്കും. പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മണിക്കൂറായിട്ടാണ് നമ്മുടെ ശാസ്ത്രം വരെ പറഞ്ഞിട്ടുള്ളത്. ഈ 2 മണിക്കൂറാണ് നമ്മൾ ഏറ്റവും പ്രവർത്തനക്ഷമമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്യേണ്ട ഒരു സമയമാണ്. നമുക്ക് ഏറ്റവും ചിലവർക്ക് ഭരണഘടന ആയിരിക്കാം, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം, അല്ലെങ്കിൽ സയൻസ് ആയിരിക്കാം. പൊതുവെ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ ഹിസ്റ്ററി, ഭരണഘടന, സയൻസ്, ഇംഗ്ലീഷ് ഇതൊക്കെ ആയിരിക്കും ഏറ്റവും ടഫ് ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും കേട്ടോ. എനിക്ക് ടഫ് ഉള്ളതൊക്കെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ 2 മണിക്കൂർ, അതായത് 5 to 6 എന്നുള്ള മണിക്കൂറും, അതുപോലെ ഇപ്പൊ ഈ കിടക്കാൻ പോണ 11 മണിക്കാണല്ലോ, അപ്പൊ 10 to 11 വരെയുള്ള സമയം ഈ ഒരു സബ്ജക്റ്റുകൾ ഏതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, പലർക്കും പലതായിരിക്കും, ആ ബുദ്ധിമുട്ടുള്ള വിഷയം പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സ് എത്രയൊക്കെ ടഫാണെങ്കിലും ഈ ടൈമിൽ മാത്സ് പഠിക്കാൻ എടുക്കരുത്. കാരണം ഈ സമയത്ത് വായിച്ച് പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുക. മാത്സ് പഠിക്കേണ്ടെന്നല്ല, മാത്സിലെ ഇക്വേഷനുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പഠിക്കാം. ഈ സമയത്ത് നമുക്ക് ഏറ്റവും ടഫുള്ള മാത്സ് ടഫാണ്, പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് എഴുതി പഠിക്കണ ശീലം, ആ ഒരു മാത്സ് എന്തായാലും നമുക്ക് എഴുതി പഠിക്കണം. അപ്പൊ ആ ഒരു ടൈമിൽ എഴുതി പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് വായിച്ച് പഠിക്കാനുള്ളത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ 5 തൊട്ടിട്ട് 6 മണി വരെ പറഞ്ഞു. 6 മണി തൊട്ടിട്ട് 10 മണി വരെ നമുക്ക് വീട്ടിലെ ഉച്ചയ്ക്കുള്ള ഫുഡും അതുപോലെ രാവിലേക്കുള്ള ഫുഡും പ്രിപ്പറേഷൻ ആയിരിക്കും. അതെന്താ, ചിലവർക്ക് ഇത്ര സമയം പോരാന്ന് വരും. പക്ഷെ നമ്മൾ ഈ ഓഫീസിലൊക്കെ പോണ ആൾക്കാരുണ്ടാവില്ല, ജോലി കിട്ടിയിട്ട് ഈ 10 മണിക്ക് 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ ആ ഒരു സമയത്ത് ജോലി ചെയ്ത് പോകുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും പറ്റും. അപ്പോൾ മാക്സിമം പറ്റില്ലെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ എക്സ്ട്രാ എടുത്തോളൂ. അതിനുശേഷം, അതായത് 5 to 6 വരെ പഠിച്ചതിന് ശേഷം പിന്നെ 6 to 10 ബ്രേക്ക് ടൈം ആണ്. ആ ബ്രേക്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ 10 മണിക്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുക. 10 മണിക്ക് ശേഷം എന്ന് പറയുന്നത് കുറച്ച് ദീർഘമായിട്ടുള്ള, അതായത് 3 അവറാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 മണി വരെ, 10 to 1 വരെ. ഇത് ഏറ്റവും ദീർഘമായ ടൈമാണ്. 3 അവർ പറയുമ്പോൾ അതിൽ നമുക്ക് മടുപ്പ് തോന്നാം, ഫോൺ വന്നു കഴിഞ്ഞാൽ അതിലോട്ട് പോവാം, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. എനിക്കുള്ള ശീലങ്ങളൊക്കെയാണ് ടൈപ്പ് പറയണത്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക്, 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ കൂട്ടാം. അല്ലെങ്കിൽ ഒരു 10 to 10:50 വരെ, 55 വരെ പഠിക്കാം. ആ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് അങ്ങനെ പഠിക്കാം. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോൺ മാറ്റി വെക്കണം. നിങ്ങൾക്ക് റിങ് അടിച്ചാൽ കേൾക്കാൻ പാകത്തിന് മാത്രം ഫോൺ വെക്കുക. അല്ലാതെ നമുക്ക് ചിലർ ഫോണിലായിരിക്കും പഠിക്കുക, അവരെ ഉദ്ദേശിച്ചിട്ടല്ല. അല്ലാത്തവരാണെങ്കിൽ മാക്സിമം ഫോൺ യൂസ് കുറയ്ക്കുക.
അതാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട വേറൊരു കാര്യം. നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ ഇത് ലോങ് ടൈം, അതായത് ഈ 3 മണിക്കൂറൊക്കെ ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ട്രൈ ചെയ്യാം. ബ്രേക്ക് എടുത്തിട്ടാണെച്ചാലും ട്രൈ ചെയ്യാം. നമുക്ക് ആവശ്യമില്ല, അത്യാവശ്യമാണ് നമുക്ക് ഈ PSC യിൽ നമുക്ക് വേണ്ടത്. PSC യിൽ ആവശ്യമൊന്നുമില്ല, നമുക്ക് ജോലി ആവശ്യമില്ല, നമുക്ക് അത്യാവശ്യമായിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു മൈൻഡും, അല്ലെങ്കിൽ മടി പിടിച്ചിട്ട് അപ്പുറത്ത് ആരെങ്കിലും വിളിച്ച് അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന്റെ പിന്നാലെ പോകും, പിന്നെ മെസ്സേജ് അയച്ച് അങ്ങനെ കുറെ സമയം കളിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു തോട്ട് വരണം, നമുക്ക് വേണം എന്നുള്ളൊരു തോട്, അതാണ് വേണം. ആവശ്യമില്ല, അത്യാവശ്യമാണ്. ഓക്കെ, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്, നിനക്ക് ആവശ്യമില്ല, നിനക്ക് അത് അത്യാവശ്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പഠിക്കണതിന്റെ ഇടയിൽ അത്യാവശ്യം നെഗറ്റീവ് എനർജികൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, PSC അങ്ങനെയാണ്, PSC പഠിച്ചാൽ കിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞവരെ നിങ്ങൾ മൈൻഡ് ആക്കാണ്ടിരിക്കുക. അത് അവർ പറയട്ടെ, അത് നമ്മുടെ മറുപടി ആയിട്ട് നമ്മുടെ ജോലി അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മറുപടി നമുക്ക് എന്നായാലും ഒരു ദിവസം വരും. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ ആ ഒരു ഡേ എന്നായാലും വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് 1 മണി വരെ പറഞ്ഞു. പിന്നെ 1 മണി മുതൽ എന്ത് ചെയ്യാം, ഇപ്പൊ ഈ അതിന്റെ ഇടയ്ക്ക് കേട്ടോ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ 10 to 1 മണി വരെന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാർട്ട് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, വർഷങ്ങൾ പഠിക്കാം, അങ്ങനത്തെയൊക്കെ. അത് പിന്നെ സംഘടനകൾ, സ്ഥാപകര്, അതുപോലെ ആസ്ഥാനങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സംഘടനകൾ, ആസ്ഥാനങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് പഠിക്കാം. ചിലരൊക്കെ സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ച് പഠിക്കുന്നവരില്ലേ, അവർക്കൊക്കെ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് 1 to 2:30 വരെ ഉള്ളത്, അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഫോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫുഡ് കഴിക്കാം. അത് പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒഴിവാക്കുക. യൂട്യൂബ് ആവശ്യമാണ്, അതുപോലെ ടെലിഗ്രാമിൽ നിങ്ങൾ ഓരോ ചാനൽ ഫോളോ ചെയ്യുന്ന ആവശ്യമാണ്. പക്ഷെ അത് ആവശ്യത്തിന് മാത്രം എടുക്കാം. അല്ലെങ്കിൽ വേറെ ഒരാള് പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ എന്തിനെങ്കിലൊക്കെ വൈറലായി പറഞ്ഞാൽ അതിന്റെ വീഡിയോസ് ആയിരിക്കും വരിക, അപ്പൊ അതിന് പിന്നാലെ പോകും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാക്സിമം സമയം മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ടൈം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 1.5 മണിക്കൂറോ നമുക്ക് ഫുഡ് വേണ്ട, 1 മണി മുതൽ 2:30 വരെ 1.5 മണിക്കൂർ ഉണ്ട്. അപ്പൊ ആ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2:30 വരെ നിങ്ങൾക്ക് ഫോൺ നോക്കാം. അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വീഡിയോസ് വേണമെങ്കിൽ കാണാം, പഠന സംബന്ധമായിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെ കാണാം. ഓക്കെ, പിന്നെ വേറെ പറയാനുള്ളത് സമയം വരുന്നത് പിന്നെ 2:30 മുതൽ 3:30 വരെയാണ്. ഇത് പഠിക്കാൻ പറ്റുമെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. ചിലർക്ക് ആ സമയത്ത് ഉച്ചയുറക്കമുള്ള ചില വീട്ടമ്മമാരുണ്ടാവും. അവരുടെ അടുത്ത് ഉറങ്ങണ്ടെന്നൊന്നും പറയില്ല, ചെറിയൊരു അരമണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം, വേണമെങ്കിൽ. ഓക്കെ, അത് വേണമെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ അത് സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നവർക്കാണെങ്കിൽ ഉറക്കം വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 2:30 മുതൽ 3:30 വരെ ചില വീട്ടമ്മമാർക്ക് സ്കൂളിൽ പോണ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അംഗൻവാടി പോണ കുട്ടികളുണ്ടാവും, അവരെ പോയി വിളിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം കുഴപ്പമില്ല, മാക്സിമം വിളിച്ചിട്ട് വന്നതിന് ശേഷം എങ്ങനെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ആ സമയം കൂടി വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ളതാക്കേണ്ടി വരും. ഓക്കെ, ഈ സമയത്ത് എന്താ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഏത് വിഷയമാണെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഈ സമയത്ത് പഠിക്കണതായിരിക്കും. കാരണം നമുക്ക് ഉറക്കം വരുന്ന ടൈം ആയിരിക്കും, അല്ലെ ഉച്ച സമയം, ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഉറക്കം വരുന്ന ടൈം ആയിരിക്കും. ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഭരണഘടനയായിരിക്കും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവുക, അപ്പൊ അത് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ മലയാളം വേണമെങ്കിൽ പഠിക്കാം. സിലബസിൽ ഇല്ലാത്തൊന്നും പഠിക്കണ്ട കേട്ടോ. ഇപ്പൊ LGSന് സിലബസിൽ മലയാളം ഇല്ല, അതുകൊണ്ട് മലയാളം പഠിക്കേണ്ടതല്ല, വേണം. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള അങ്ങനെ എന്ത് വേണമെങ്കിലും, ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും, അത് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ 3 മണിക്കൂർ പഠിച്ച വിഷയം എടുക്കാതെ വേറൊരു വിഷയം നമുക്ക് ഇഷ്ടപ്പെട്ട അവിടെ ആ 3 മണിക്കൂർ പഠിച്ചതിൽ ഏതെങ്കിലും ഒരു വിഷയം എടുക്കാണ്ട് വേറൊരു വിഷയം എടുത്ത് പഠിക്കാം. പിന്നെ വരുന്നത് നമുക്ക് 3:30 മുതൽ 7 മണി വരെ ബ്രേക്ക് ടൈം ആണ്. അതിൽ നിങ്ങൾക്ക് സ്കൂളിൽ പിള്ളേർ വന്ന് അവരുടെ കാര്യങ്ങൾ നോക്കാം, രാത്രിക്കുള്ള ഫുഡിന്റെ കാര്യം നോക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3:30 തൊട്ടിട്ട് 7 മണി വരെ മതിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോ ഒരു വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും 7 മണി വരെ മതി. പിന്നെ 7 മുതൽ 8 മണി വരെ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിക്കാം. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ 6 മണിക്കൂർ, 1 മണിക്കൂർ, 7 മണിക്കൂർ പഠനത്തിന് 1 മണിക്കൂർ നിങ്ങൾക്ക് വെട്ടിച്ചുരുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം വെട്ടിച്ചുരുക്കാം. ഈ 7 മുതൽ 8 മണി വരെ ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പഠിക്കാൻ പറ്റാത്ത സമയമായിരിക്കും. എന്ത് ചെയ്യാം, അപ്പൊ അത് വേണമെങ്കിൽ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. പിന്നെ 8:30 മുതൽ 9:30 വരെ ബ്രേക്ക് ആണ്. പഠിച്ചതിന് ശേഷം കേട്ടോ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് 9:30 വരെ ഫുൾ ബ്രേക്ക് തന്നെ ആയിരിക്കും. ഇത് നമുക്ക്
കുട്ടികളെ ഉറക്കാം, പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള സമയം വീട്ടിൽ യൂട്ടിലൈസ് ചെയ്യാം. ബാക്കിയുള്ളവരായിട്ട് ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാം, അങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഒരു മണിക്കൂർ, അതായത് ഇനി 9:30 തൊട്ടിട്ട് 10:30 വരെയുള്ളതാണ് അടുത്ത സ്റ്റഡി ടൈം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ലാസ്റ്റ് 1 മണിക്കൂർ, പഠനത്തിന്റെ 1 മണിക്കൂർ. ഞാനത് 11 മണിന്നാണ് ഉറങ്ങേണ്ട സമയം. നമുക്ക് അരമണിക്കൂർ ഉറങ്ങാൻ വേണമല്ലോ, ഈ 9:30 മുതൽ 10:30 വരെ. അത് ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒഴിവാക്കുന്ന ഒരു ടൈമാണ് വീട്ടില്. എന്നാലും നമ്മൾ ആ ഒരു നമ്മുടെ ആവശ്യം മുൻകണ്ടിട്ട് ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഉറങ്ങണതിന്റെ 1.5 മണിക്കൂറൊക്കെ നമ്മുടെ ബ്രെയിൻ അത്രയും ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ ബ്രെയിന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമുക്ക് ഈ സ്ഥിരം 11 മണിക്ക് കിടന്ന് ഉറങ്ങണവരാണെങ്കിൽ ബ്രെയിൻ ആ ഒരു 11 മണിക്ക് ശേഷം വേറെ വർക്കിങ്ങിലായിരിക്കും. അപ്പൊ അതിന് മുന്നേ നമുക്ക് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്തല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കാണ്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇപ്പൊ ഇതില് 6 മണിക്കൂർ ഉറക്കും 7 മണിക്കൂർ പഠനെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും 1 മണിക്കൂർ ഒഴിവാക്കണം എന്നുള്ളവരാണെങ്കിൽ 7 മുതൽ 8 മണി വരെയുള്ള മണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ ഒരു ലെവലിൽ നിങ്ങൾ രാവിലെ എണീച്ച് ഇതിനിടയിൽ നമുക്ക് ബ്രേക്ക് ടൈം ഉള്ള സമയത്ത് നിങ്ങൾക്ക് ബാക്കി എല്ലാ പണികളും ചെയ്യാം കേട്ടോ. ഫങ്ഷൻസും അതുപോലെ ഫങ്ഷൻ എന്ന് പറയുന്നത് കല്യാണം, പേരിടല്, കാതുകുത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ജോലി കിട്ടണവരെ, ജോലിക്ക് ശേഷം നമുക്ക് ജോലി കിട്ടിയിട്ട് പോവാലോ. അപ്പൊ ആ സമയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഫോൺ മാറ്റി വയ്ക്കുക, സോഷ്യൽ മീഡിയ ഒഴിവാക്കുക. മാക്സിമം ഈ പറഞ്ഞ പോലെ വാട്സപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഉള്ളതൊക്കെ കളയുക, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ അത് ലോക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം അത് തുറന്ന് എന്താ പറയുക, നമുക്ക് ജോലി കിട്ടിയ സമയത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ഒരു ടൈമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ ഞാൻ ടൈം മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടിയിട്ട് എല്ലാ മണിക്കൂറും, അതായത് 5 മുതൽ ഈ പറഞ്ഞ പോലെ 10:30 വരെ ഓരോ ഷെഡ്യൂളാക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾക്ക് ടൈം ടേബിൾ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേന്, ഞാൻ അതും കൂടി തയ്യാറാക്കി തരാം. ഇതിപ്പോ എൻ്റെ അടുത്ത് ഒരു ചേച്ചി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. വീട്ടമ്മ എന്ന് മാത്രം ഞാൻ പറയണില്ല, കല്യാണം കഴിക്കാത്തവരുണ്ടാവും, കഴിച്ചവരുണ്ടാവും. എന്നാലും വീട്ടിൽ നിന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കും ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാം. പെൺകുട്ടികളാണ് മെയിനായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ജോലിക്ക് പോകുന്നവരാണ്, അവരുടെ സമയം ഒന്നും അറിയാത്തത് കൊണ്ടാണ് അവരുടെ കാര്യം പറയാത്തത്. പെൺകുട്ടികൾക്കാണല്ലോ ഈ വീട്ടിൽ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുള്ളത്. അപ്പൊ അവരുടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തത്. ഇപ്പൊ ചേച്ചി ചോദിച്ചു എനിക്കൊരു സമയം പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രത്യേകം ആ ചേച്ചിക്കും കൂടെ വേണ്ടിയിട്ട് ഞാനിത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ആ ചേച്ചിക്ക് കമന്റ് ആയിട്ട് റിപ്ലൈ കൊടുത്തു. അപ്പൊ ഇത് വീഡിയോ ആക്കിയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തതാണ്. യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ തരം വീഡിയോ ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി പ്ലാൻ, അതായത് VFKയോ അതുപോലെ ബിവറേജ് LDC അതുപോലെ കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ എല്ലാവരും പറഞ്ഞതനുസരിച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് മെയിനായിട്ട് VFAക്ക് വേണ്ടിയിട്ടാണ് കുറെ പേര് ചോദിച്ചത്. എന്നാലും ഈ 10th പ്രിലിംസിന് വേറെ VFAക്ക് വേറെ സിലബസ് ആണല്ലോ. അപ്പൊ ആ സിലബസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഞാനൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് ഇപ്പൊ നമുക്ക് എക്സാം ആവാനായി, ഇനി മാസങ്ങളേ ഉള്ളൂ, കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അത്രയും പറയാം, മാസങ്ങളെന്ന് പറഞ്ഞതിന് കൂടി പോകും, ചിലർക്ക് പഠിക്കാൻ തോന്നില്ല. ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും സമയം എടുത്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു.